ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കടല ചേർത്തിട്ടല്ല, കടലപ്പരിപ്പ് ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം വെച്ചിട്ട് കുമ്പളങ്ങയും ചേനയും നേന്ത്രക്കായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് 1 കപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും. അപ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതെല്ലാം. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ചു നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി അച്ച് വെല്ലം ചേർത്തിട്ടുണ്ട്. ശർക്കര പൊടിച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താലും മതിയാവും. ഇതുകൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കണം. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചെറുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കണം. അപ്പോൾ ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലോ കൂട്ടുകറി. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. Thanks for watching video.